എങ്ങനെ ഉണ്ടായിരുന്നു? ഉണക്കുഴി എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിക്കാനുണ്ട്? പോരാ, അത്ര പോരാ. ഓക്കെ, കുഴി എങ്ങനെ ഉണ്ട് കേട്ടോ? ഉണക്കുഴി നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് വിഷ്വലൊക്കെ ചിരിപ്പിച്ചായിരുന്നു ഒരുപാട് നമ്മളെ. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട് നുണക്കുഴി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബേസിൽ ചിരിപ്പിച്ചായിരുന്നോ? നന്നായിട്ട് അടിപൊളി. ഇവിടെ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നോ? അന്നല്ല. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. ആരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട? ബേസിലും ബൈജു ചേട്ടനായിട്ടുള്ള കോംബോ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ നായികമാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടത്? എന്നാലും ഗ്രേസ് ആന്റണി, സോസിക, നിഖില വിമൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിനൊരു 2 കാണോ? അങ്ങനെ എന്തോ നിർത്തിയേക്കെന്ന് പറഞ്ഞു. നിർത്തിയേക്കുന്നത് കാണണം. ഓക്കെ, രക്ഷയില്ല. ഇപ്പൊ ജനപ്രിയ നായകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബേസിൽ, അങ്ങനെയാണോ? ചിരിച്ചോ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിരിച്ചായിരുന്നു ഒരുപാട്? എങ്ങനെയുണ്ട്? അടിപൊളി. സിനിമ തമാശയൊക്കെ ഉണ്ട്. പക്ഷേ ജിത്തു ജോസഫ് ഒരു ത്രില്ലർ പടം എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരു അത്ര ഒരു രസകരമായിട്ടുള്ള തമാശ രീതിയിലാണ് ഫുള്ളും എടുത്തേക്കുന്നത്. പക്ഷേ നമുക്കത്ര തോളം ജയിച്ചില്ല. കുറേ സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. ഫസ്റ്റ് ഹാഫ് നല്ലോണം ഭയങ്കര ഒരു വെറുപ്പിക്കലായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ തമാശ ഉൾപ്പെടുത്തി കണ്ടുകൊണ്ടിരിക്കാം. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ധൈര്യത്തിൽ കണ്ടത്. കാരണം മോശപ്പെട്ട ഒന്നും കാണിക്കുന്നില്ല. ഡബിൾ മീനിങ് കോമഡി അങ്ങനത്തെ ഒന്നുമില്ല. പണ്ടത്തെ ആ ഒരു പ്രിയദർശൻ്റെ ആ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി അങ്ങനെയൊക്കെ ഉള്ളല്ലേ, ഇങ്ങനെ സീക്വൻസ് ആയിട്ടുള്ള ഇങ്ങനെ തമാശകൾ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര ഭയങ്കര എറിക്കുന്ന തമാശകളൊന്നും അല്ല. എന്നാൽ പോലും കോമഡി ജോണർ ജിത്തു ജോസഫിന് അങ്ങോട്ട് കൈവഴങ്ങുന്നില്ല. ജിത്തു ജോസഫിനെ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ജിത്തു ജോസഫിനെ വേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ത്രില്ലറായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. എന്നെ കണ്ടിരിക്കാം, ജസ്റ്റ് കണ്ടോണ്ടിരിക്കാം. പക്ഷെ അത് പക്ഷെ നല്ല ഫിലിമായിരുന്നു. പക്ഷെ അതൊന്നും അതിനൊന്നും ഏതായാലും തൃപ്തില്ല. ഫസ്റ്റ് ഹാഫ് നല്ലോണം ഒരു ലാഗിലാണ്. സെക്കൻഡ് ഹാഫ് ഫില്ലിങ്ങാണ് ഉള്ളത്. പലരും ഇപ്പം ബേസിൽ ഒരു ജനപ്രിയ നായകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാട്ടിലെല്ലാം ബേസിലിൻ്റെ കോമഡിയാണ്. ബേസിലും നമ്മുടെ ബൈജുവാണ്. പിന്നെ സിദ്ദിഖ് കുറേ കാലത്തിന് ശേഷം തമാശ ഒരു സിനിമ കണ്ടിരിക്കാം. എന്നല്ലാതെ പ്രത്യേകിച്ച് മെച്ചപ്പെട്ട ഒന്നും പറയാം. നായികമാർ എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ? ഗ്രേസ് ആന്റണി സിനിമയാണ്. നിഖിലയുണ്ട്, സ്വാസികയുണ്ട്. പക്ഷേ ഗ്രേസ് ആന്റണിയാണ് സ്കോർ ചെയ്തത്. നല്ല വളരെ എന്താ കോമഡി എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നായിക. നിഖില വിമൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു നിഖില ചെറിയ റോളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ട് എന്നുള്ള കഥ ഇങ്ങനെ പകുതി കൊണ്ട് നിർത്തിയിട്ടാണ് ഫിലിം തീരുന്നത്. കാരണം ഇനിയും 2ാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ. കാരണം കഥ പൂർണ്ണമല്ല, അതിൻ്റെ ബാക്കിയുണ്ട്. വേറെന്തോ വലുത് വരായിരിക്കും. ഉണക്കുഴി 2 ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓഡിയൻസ് കാണാൻ വേണ്ടി വരുമോ? അതിനുള്ള ഒന്നും ഈ സിനിമയിലില്ല. അതുകൊണ്ട് ഇനി 2ാം ഭാഗം മുമ്പും ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ പലതിനും ഒരു സീക്വലിനൊരു വ്യക്തി കൊടുത്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. അത് ചിലപ്പോൾ 1-2 സിനിമകളുടെ സീക്വൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ മാത്രമുള്ളതൊന്നും ഇല്ല. ബേസിൽ ചിരിപ്പിച്ചോ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട് സിനിമ? നുണക്കുഴി നല്ല പടമായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ആരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ? ബേസിലിനെ തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട്? ചിരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ചിരിപ്പിച്ചോ ബേസിൽ? ഒരുപാട് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? ചിരിച്ചു? ആദ്യത്തെ 5 മിനിറ്റ് സ്റ്റോറി വരും. ബാക്കി ക്ലൈമാക്സ് വരെ അതൊരു ബിൽഡ് ചെയ്തൊരു കോമഡി ട്രാക്ക് ലെവൽ കീപ്പ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. ബേസിൽ ജോസഫ് ഇതും കൂടി ആകുമ്പോൾ ജനപ്രിയ നായകൻ ലെവലിലോട്ടുള്ള ഒരു ഇതായിരിക്കും. ബേസിലായിട്ട് നന്നായിട്ട് എല്ലാവരുടെ പെർഫോമൻസുകളുണ്ട്. സിദ്ദിഖിന്റെ, ബൈജുവിന്റെ, ലൈക്ക് ഇൻട്രോ ജോസഫ് ട്രാക്ക് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട്? ലൈക്ക് മൈ ബോസ് എത്തിയില്ലെങ്കിൽ പക്ഷെ ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് പടമാണ്. ലൈക്ക് സെക്കൻഡ് ഹാഫ് മോനെ ജോണർ മാറുന്നുണ്ടോ? അത് ഫുള്ളൊരു നല്ല സിനിമ. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചോ? ബേസിലും ജിത്തു ജോസഫ് ചേർന്നപ്പോൾ എങ്ങനെയാ ഒരു മാജിക് ഉണ്ടായോ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള? കുടുംബ പ്രേക്ഷകർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റും? ഇഷ്ടപ്പെടും? ഫൺ റൈഡ്, കോമഡി